ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ മൈക്ക് ഓഫ് ചെയ്യുവാണേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്ലോ ചാർട്ട് വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്കൊരു ടേബിൾ ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആ ടേബിളിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പോ ടേബിളിന്റെ മുകളിലായിട്ട് നിങ്ങളൊരു ഹെഡിങ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എക്യുപ്മെന്റ് എന്ന് കൊടുത്തിട്ടുണ്ട് അവിടെ. അതായത് ഉപകരണമാണ്. ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള എക്യുപ്മെന്റുകൾ ഉണ്ട്. അതിനെ നമുക്ക് 4 രീതിയിൽ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് ഈസ് ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്, രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ. രണ്ടാമത്തതാണ് തെറാപ്യൂട്ടിക് എക്യുപ്മെന്റ്, ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ. ദെൻ മൂന്നാമത്തതാണ് മോണിറ്ററിംഗ് എക്യുപ്മെന്റ്, അഥവാ നിരീക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ. ദെൻ ഫോർത്ത് വൺ ഈസ് ഇൻസ്ട്രുമെന്റ്സ്. ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് ചില ഉപകരണങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതിനെയാണ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്യുപ്മെന്റിനെ എത്ര രീതിയിൽ തരംതിരിക്കാനായിട്ട് സാധിക്കും? 4 രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ് ആണ്. ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ. ദെൻ തെറാപ്യൂട്ടിക് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ. ദെൻ മോണിറ്ററിംഗ് എന്ന് പറഞ്ഞാല് നിരീക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവ. ദെൻ ലാസ്റ്റ് വൺ ഈസ് ഇൻസ്ട്രുമെന്റ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്നിട്ട് ഫസ്റ്റ് വരുന്നതാണ് BP അപ്പാരറ്റസ്. ഒരു തവണയെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, BP ചെക്ക് ചെയ്യും അല്ലെ. എന്ത് രോഗമായിട്ടാണ് നമ്മൾ ചെല്ലുന്നതെങ്കിലും, ഒരു തലറക്കമാണെങ്കിലോ ഒരു പനിയാണെങ്കിലോ എന്ത് രോഗമായിക്കോട്ടെ, നമ്മൾ ചെല്ലുമ്പോൾ BP ചെക്ക് ചെയ്യാതെ എന്ത് ചെയ്യില്ല, നമ്മളെ ഡോക്ടേഴ്സ് വിടാറില്ല അല്ലെ. അപ്പോ BP നോക്കുന്നതിനുള്ള ഒരു എക്യുപ്മെന്റ് ആണെന്ത്, BP അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ മെഡിക്കൽ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ ബ്ലഡ് പ്രഷർ. ശരീരത്തിലെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, രക്തസമ്മർദ്ദം ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അപ്പാരറ്റസ് ആണെന്ത്, BP അപ്പാരറ്റസ്. ഓക്കെ, ടു മെഷർ ബ്ലഡ് പ്രഷർ. ഓക്കെ, ഇപ്പൊ BP അപ്പാരറ്റസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. എല്ലാവരും തന്നെ കണ്ടിട്ടില്ലേ BP അപ്പാരറ്റസ്? കമന്റ് ചെയ്ത് വന്ന്. കാണാത്തവരാരെങ്കിലും ഉണ്ട് കൂട്ടത്തില്? എല്ലാവരും കണ്ടിട്ടുണ്ടോ? എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇപ്പൊ 2 തരത്തിലാണ് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ BP അപ്പാരറ്റസ് ഉപയോഗിക്കുന്നത്. വൺ ഈസ് സ്ഫിഗ്മോമാനോമീറ്റർ. അതായത് പണ്ട് കാലം തുടങ്ങിയ നമ്മുടെ ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണത് സ്ഫിഗ്മോമാനോമീറ്റർ എന്ന് പറയുന്നത് അല്ലെ. ഒരു പെട്ടി പോലെ ഉണ്ടാവും, ലോങ് ആയിട്ടുള്ള ഒരു പെട്ടി പോലെ ഉണ്ടാവും. അതിനകത്ത് ബ്ലഡ് പ്രഷർ നോക്കും അല്ലെ. നമ്മുടെ കൈമേ, നമ്മുടെ വലത്തെ കൈമയോ അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡോ റൈറ്റ് ഹാൻഡ്, അതില് ഒരു തുണി പോലത്തെ ഒരു കോട്ടൺ ടൈപ്പ് ഒരു സാധനം ചുറ്റി വെക്കും. എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യും അല്ലെ. അപ്പൊ നമ്മുടെ BP ഉയരുന്നതും താഴുന്നതും കാണാനായിട്ട് സാധിക്കും. അതാണ് സ്ഫിഗ്മോമാനോമീറ്റർ. ഓക്കെ, അതാണ് ഒരു ബ്ലഡ് പ്രഷർ നോക്കുന്ന ഒരു ഡിവൈസ്. രണ്ടാമത്തേതാണ് ഡിജിറ്റൽ BP മോണിറ്റർ. ഇപ്പൊ എല്ലാ ഹോസ്പിറ്റലുകളിലും ഓൾമോസ്റ്റ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒന്നാണ് ഡിജിറ്റൽ BP മോണിറ്റർ എന്ന് പറയുന്നത്. അതായത് ഒരു സ്ക്രീൻ പോലെ എന്ത് ചെയ്യാം, നമ്മുടെ BPയുടെ മെഷർമെന്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു സ്ക്രീനില് അത് ഉയരുന്നതും താഴുന്നതും കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോ സ്ഫിഗ്മോമാനോമീറ്റർ ഉണ്ട്, ദെൻ ഡിജിറ്റൽ BP മോണിറ്റർ ഉണ്ട്. അപ്പൊ ഒരു ശരീരത്തിലെ, അതായത് മനുഷ്യ ശരീരത്തിലെ രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് BP അപ്പാരറ്റസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത് കേട്ടോ. 2 തരത്തിലുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് സ്ഫിഗ്മോമാനോമീറ്റർ, 2 ഡിജിറ്റൽ BP മോണിറ്റർ. ഓക്കെ, ടു മെഷർ ബ്ലഡ് പ്രഷർ ആണെന്ത് BP അപ്പാരറ്റസ് ഉപയോഗിക്കുന്നത്.
ദെൻ രണ്ടാമത്തേതാണ് എൻഡോസ്കോപ്പ്. എൻഡോസ്കോപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? എൻഡോസ്കോപ്പ്, എൻഡോസ്കോപ്പി എന്ന് കേട്ടിട്ടുണ്ടോ? ഇതല്ലേ എൻഡോസ്കോപ്പി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എന്ത്? എൻഡോസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ബോഡിയുടെ ഇൻസൈഡ് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട്, എസ്പെഷ്യലി ഇന്റേണൽ ഓർഗൻസിനെ ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എൻഡോസ്കോപ്പ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, നമ്മുടെ ഇൻസൈഡ്, അതായത് ബോഡിയുടെ ഇൻസൈഡ് പരിശോധിക്കുന്നതിനും അതുപോലെ തന്നെ ഇന്റേണൽ ഓർഗൻസിനെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ബ്ലഡ് പ്രഷർ, ഈ ഒരു എൻഡോസ്കോപ്പ് ഉപയോഗിക്കുന്നു. ഓക്കെ, ഇതിനകത്ത് ലോങ് തിൻ ട്യൂബ് ആണ് ഉണ്ടാവുക. നമുക്ക് ഈ ഒരു ഉപകരണം എങ്ങനെയാണ് കാഴ്ചയിൽ എന്ന് വെച്ചാല്, ഒരു ലോങ് ആയിട്ടുള്ള ഒരു തിൻ ട്യൂബ് ഉണ്ടാകും, അതിലൊരു ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ടാകും. ഓക്കെ, അത് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് എന്താ പറയാ കയറ്റുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യം, ഒരു പ്രോസസ്സിനെയാണ് എൻഡോസ്കോപ്പി എന്ന് പറയാ. എൻഡോസ്കോപ്പി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എൻഡോസ്കോപ്പ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് വയറിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സ് എൻഡോസ്കോപ്പി ചെയ്തിട്ടുണ്ട് അല്ലെ? ഓക്കെ, എൻഡോസ്കോപ്പി സജസ്റ്റ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് സ്കാൻ ചെയ്തു, സ്കാനില് ഭയങ്കരമായിട്ടുള്ള വയറുവേദന വന്നു, സ്കാൻ ചെയ്തു, എക്സ്റേ എടുത്തു, അതിനൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന ഫൈനൽ ഒരു സജഷൻ ആണെന്ത്? എൻഡോസ്കോപ്പി ചെയ്യാന്നുള്ളത്. അതിലൂടെ ഏത് വിധത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ എൻഡോസ്കോപ്പി ചെയ്യുന്ന ഉപകരണമാണെന്ത്? എൻഡോസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് പോർട്ടബിൾ എക്സ്റേ. നമ്മൾ എക്സ്റേ എന്ന് കേട്ടിട്ടുണ്ട് അല്ലെ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എക്സ്റേ എടുക്കാത്തവരായിട്ട് ആരും തന്നെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. അപ്പൊ എന്താണ് പോർട്ടബിൾ എക്സ്റേ? പോർട്ടബിൾ എന്ന വാക്കിന്റെ അർത്ഥം മൂവബിൾ എന്നാണ്. എന്താണ് അർത്ഥം? മൂവബിൾ. ഓക്കെ, അപ്പൊ എന്തായിരിക്കും പോർട്ടബിൾ എക്സ്റേ? അതായത് പേഷ്യന്റിന്റെ ലൊക്കേഷനിൽ ചെന്ന് എക്സ്റേ എടുക്കാൻ സഹായിക്കുന്നതാണത് പോർട്ടബിൾ എക്സ്റേ. അതായത് വയ്യാതിരിക്കുന്ന പലതരം പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ? അപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റലില് ഒരു ഏരിയ എന്ത് ചെയ്തിട്ടുണ്ട്, അലോക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പേഷ്യൻസ് എക്സ്റേ എടുക്കുന്ന റൂമിൽ ചെന്ന് എന്ത് ചെയ്യണം? എക്സ്റേ എടുക്കണം. പക്ഷെ അതിന് കഴിയാത്ത ചില പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും, കിടപ്പ് രോഗികളൊക്കെ ഉണ്ടാവില്ലേ, തീരെ വയ്യാത്തവര്, ഇനി നടന്ന് ചെല്ലാൻ കഴിയാത്തവര്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള പേഷ്യൻസിന്റെ അടുത്ത് ചെന്നിട്ട് അവരുടെ ലൊക്കേഷൻ എവിടെയാണോ അവിടെ ചെന്ന് എക്സ്റേ എടുക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് പോർട്ടബിൾ എക്സ്റേ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ആണ് പോർട്ടബിൾ USG. USG എന്താണ്? USG ഫുൾ ഫോം അൾട്രാ എന്താണ്? സോണോഗ്രഫി. കേട്ടിട്ടുണ്ടോ നിങ്ങള്? ചെയ്തിട്ടുണ്ടാവുമല്ലോ, USG ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലെ? അൾട്രാസോണോഗ്രഫി എന്നാണ് USGയുടെ മീനിങ് വരിക. അപ്പൊ പോർട്ടബിൾ USG എന്ന് പറഞ്ഞാല് ഈ പോർട്ടബിൾ എക്സ്റേയുടെ പോലെ തന്നെ സെയിം ഫംഗ്ഷൻ ആണെന്ത്? പോർട്ടബിൾ USGക്ക് ഉള്ളത്. ഒരു വ്യത്യാസമുള്ളൂ, എക്സ്റേ എന്ന് പറഞ്ഞാല് എക്സ്റേ, അതായത് നമ്മുടെ എന്താ പറയാ എക്സ്റേ ആണ് എടുക്കുന്നത്. USG എന്ന് പറഞ്ഞാല് സ്കാൻ ആണ് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ പേഷ്യന്റിന് USG, അതായത് സ്കാൻ ചെയ്യുന്ന സ്ഥലത്ത് ചെല്ലാനായിട്ട് സാധിച്ചില്ലെങ്കിൽ പേഷ്യന്റിന്റെ ലൊക്കേഷനിൽ ചെന്നിട്ട് എന്താണ് സ്കാൻ എടുക്കുന്നതാണത് പോർട്ടബിൾ USG മെഷീൻ കൊണ്ട്. ഓക്കെ, ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് പേഷ്യന്റിന്റെ ലൊക്കേഷനിൽ ചെന്നിട്ട് അൾട്രാസൗണ്ട് സോണോഗ്രാഫി ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്താണ്? ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഓക്കെ, എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോ പോർട്ടബിൾ USG. അടുത്തതാണ് എക്കോ. എക്കോ ടെസ്റ്റ്. എന്താണ് എക്കോ ടെസ്റ്റ് എന്ന് പറഞ്ഞാല്? എക്കോ എടുത്തിട്ടുണ്ടോ ആർക്കെങ്കിലും കൂട്ടത്തില്? എക്കോ എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടില്ല അല്ലേ? എടുത്തിട്ടുണ്ട്.
ഭൂരിഭാഗം ആളുകൾക്കും ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവില്ല. കുറച്ചും കൂടി പ്രായമൊക്കെ ആവുമ്പോഴാണ് എക്കോ ടെസ്റ്റ് നടത്തുക. ഓക്കെ, ECG എടുക്കാറുണ്ട്, കോമൺ ആയിട്ട് എല്ലാവർക്കും ECG എടുക്കാറുണ്ട്. പക്ഷെ എക്കോ കൂടുതലും ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്യുന്നത് കുറച്ചും കൂടി കോംപ്ലിക്കേഷൻ ഒക്കെ ഉള്ളവർക്കാണ് കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ എക്കോ ടെസ്റ്റ് എന്ന് പറഞ്ഞാല് ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ്. ഓക്കെ, ഇതായത് ഇതൊരു മെഡിക്കൽ ഇമേജിംഗ് ടെസ്റ്റ് ആണ്. അൾട്രാസൗണ്ട് വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് ഹാർട്ടിന്റെ പിക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് ഇത് എക്കോ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അൾട്രാസൗണ്ട് വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് ഹാർട്ടിന്റെ പിക്ചേഴ്സ്, അതായത് നമ്മുടെ ഹൃദയത്തിന്റെ പിക്ചേഴ്സ്, ചിത്രങ്ങള് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ടെസ്റ്റ് ആണ് എക്കോ ടെസ്റ്റ്. നമ്മൾക്ക് എന്തെങ്കിലും ഒരു എന്താ പറയാ ഹാർട്ട് സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് എക്കോ ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, എക്കോ ടെസ്റ്റിലൂടെ നമുക്ക് കണ്ടുപിടിക്കാം എന്തെങ്കിലും ഹാർട്ടിന് എന്തെങ്കിലും തകരാറുകൾ ഉണ്ടോ, എന്തെങ്കിലും ബ്ലോക്കുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഹാർട്ടിന്റെ പിക്ചർ തരുന്ന അല്ലെങ്കിൽ ഹാർട്ടിന്റെ പിക്ചർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് എക്കോ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലൂടെ നമുക്ക് ഹാർട്ട് ഫങ്ഷനെ അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? BP അപ്പാരറ്റസ് പറഞ്ഞു, എൻഡോസ്കോപ്പ് പറഞ്ഞു, പോർട്ടബിൾ എക്സ്റേ, പോർട്ടബിൾ USG, എക്കോ. ഓക്കെ, ഇതിനടുത്തത് തെറാപ്യൂട്ടിക് എക്യുപ്മെന്റ് ആണ്. അതായത് ചികിത്സാ സംബന്ധമായിട്ടുള്ള എക്യുപ്മെന്റുകൾ ഏതൊക്കെ? അതിനകത്ത് ഫസ്റ്റ് വണ്ണാണ് നെബുലൈസർ എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ ആളുകളിൽ ആസ്മറ്റിക് പ്രോബ്ലംസ്, അതായത് ശ്വാസം മുട്ട്, ശ്വാസതടസ്സം അല്ലെങ്കിൽ ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് നെബുലൈസർ എന്ന് പറയുന്നത്, അല്ലെ? ലിക്വിഡ് ഫോമിലുള്ള മരുന്നുകളെ എയർസോളായി കൺവേർട്ട് ചെയ്യുന്നത് നെബുലൈസറിലൂടെയാണ്. എല്ലാവരും നെബുലൈസർ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഹോസ്പിറ്റലിലൊക്കെ നെബുലൈസർ കാണാനായിട്ട് സാധിക്കും. ഇൻപേഷ്യന്റ് ആയിട്ടുള്ളവർക്കും ഔട്ട് പേഷ്യന്റ് ആയിട്ടുള്ളവർക്കും ഒക്കെ നെബുലൈസർ ചികിത്സ നൽകാറുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ലിക്വിഡ് ഫോമിലുള്ള മരുന്നുകളെ എയർസോളായി കൺവേർട്ട് ചെയ്യും. ലിക്വിഡ് ഫോമുള്ള മരുന്നുകളെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? എയർസോളായി കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ ആസ്മയുള്ള പേഷ്യൻസ്, അതുപോലെ ബ്രോങ്കൈറ്റിസ് ഉള്ള പേഷ്യൻസ്, അങ്ങനെയുള്ള പേഷ്യൻസിനെ ചികിത്സിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് നെബുലൈസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് കംപ്രസർ ഉണ്ടാകും, അതുപോലെ തന്നെ നെബുലൈസർ കപ്പ് ഉണ്ടാകും, മൗത്ത് പീസ് ഉണ്ടാകും. നമുക്കറിയാലോ, അതായത് ഈ മൂടി ഭാഗം വെക്കുന്ന ഭാഗം ഉണ്ടാവും, പിന്നെ അതിന് പുറകെ ലോങ് ആയിട്ട് ഒരു ട്യൂബ് ഉണ്ടാകും. ദെൻ അത് എന്താ പറയാ ഇടാനായിട്ടുള്ള ഒരു റാക്ക് പോലൊരു സംഭവം ഉണ്ടാവും, അത് കറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഉള്ളില് നമ്മൾ കറക്റ്റ് ആയിട്ട് കംപ്രസറിനുള്ളില് ലിക്വിഡ് ഫോമിലുള്ള മരുന്നുകൾ ഒഴിക്കുന്നു, അതിനെ എയർ ആയിട്ട് അല്ലെങ്കിൽ എയർസോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ ആ മരുന്ന് എന്ത് ചെയ്യുന്നു? എയർ ആയിട്ട് നമ്മുടെ ഉള്ളിലോട്ട്, ശ്വാസകോശത്തിനുള്ളിലോട്ട് പോകുന്നു. അങ്ങനെയാണ് ചികിത്സ നടത്തുന്നത്. അതാണ് നെബുലൈസർ കേട്ടോ. അടുത്തതാണ് ലാറിംഗോസ്കോപ്പ്. ലാറിംഗോസ്കോപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോ. നമ്മുടെ ലങ്സ്, അതുപോലെ തന്നെ വോയിസ് ബോക്സ് എന്നിവയ്ക്ക് ചുറ്റുമുള്ള സ്ട്രക്ചറുകളെ പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണിത് ലാറിംഗോസ്കോപ്പ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മുടെ ലങ്സ്, അതുപോലെ തന്നെ വോയിസ് ബോക്സ് എന്നിവയ്ക്ക് ചുറ്റുമുള്ള സ്ട്രക്ചറുകളെ പരിശോധിക്കാൻ ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ, എനിക്ക് വന്ന കാര്യം ഞാൻ പറയാം.
എനിക്ക് ഭയങ്കരമായിട്ട്, അതായത് ക്ലാസ് കൂടുതൽ എടുക്കുന്ന സമയം ഉണ്ടായിരുന്നു ഒരു വർഷം മുമ്പ് വരെ. ഭയങ്കരമായിട്ട് ക്ലാസ്സുകളൊക്കെ കൂടുതൽ എടുക്കുമായിരുന്നു, പല സ്ഥലത്ത് പോയി ക്ലാസ്സുകളൊക്കെ എടുക്കുമായിരുന്നു. അപ്പോ എന്റെ വോയിസ് ബോക്സിന് ഒരു നേരിയ കംപ്ലൈന്റ് വന്നു. അതായത് എന്റെ വോയിസ് ബോക്സിന്റെ അടുത്തായിട്ട് നമ്മുടെ വോക്കൽ കോഡ് ഉണ്ടല്ലോ, അവിടെ ന്യൂട്യൂൾ ഉണ്ട്, അതായത് ചെറിയ ചെറിയ മുഴ പോലെ വന്നു. ഓക്കെ, അപ്പോ ഫസ്റ്റ് ഒന്നും മനസ്സിലായില്ല. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തൊണ്ട അടയുക, അതുപോലെ തന്നെ സൗണ്ടിൽ വ്യത്യാസം വരിക, ശബ്ദം അടഞ്ഞു പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു ആസ്മ പേഷ്യന്റ് ആണ്, എനിക്ക് ആസ്മ വരാറുണ്ട് ഇടയ്ക്ക്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഒരു ആസ്മ ഉണ്ടാകുമ്പോൾ കഫക്കെട്ട് വരും, അപ്പൊ ആ ഒരു വരുന്നതിന്റെ മുന്നോടിയാണ് ഈ തൊണ്ടയടപ്പ് കാര്യങ്ങളൊക്കെ എന്ന് വിചാരിച്ചു. പക്ഷെ ആന്റിബയോട്ടിക്സ് ഒക്കെ എടുത്തിട്ടും, ആസ്മയുടെ ആന്റിബയോട്ടിക്സ് ഒക്കെ എടുത്തിട്ടും കുറയുന്നില്ല, സൗണ്ട് മുമ്പത്തെ കൊണ്ട് വരുന്നില്ല, എന്റെ സൗണ്ട് ടോട്ടൽ ആയിട്ട് ചേഞ്ച് ആയിപ്പോയി. അപ്പൊ ഡോക്ടറെ കാണിച്ചപ്പോൾ ENT ഡോക്ടറെയാണ് പോയി കാണിച്ചത്. അപ്പൊ ഡോക്ടർ ആദ്യം തന്നെ പറഞ്ഞത് ഒന്ന് ലാറിംഗോസ്കോപ്പി ചെയ്യണം എന്നാ പറഞ്ഞത്. അപ്പൊ ലാറിംഗോസ്കോപ്പി അന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുമായത്. ഓക്കെ, അപ്പൊ ലാറിംഗോസ്കോപ്പി ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ലാറിംഗോസ്കോപ്പി ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എന്താ പറയാ, ഒരു കേട്ടൊരു അറിവുണ്ട്, മുമ്പ് എന്തോ ഒരു കേട്ടൊരു അറിവ് പോലെ തോന്നി. പക്ഷെ ഈ ഒരു സംഭവം ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ, അപ്പോ പെട്ടെന്ന് തന്നെ എന്നെ ഒരു റൂമിൽ കൊണ്ടുവരുത്തി. ആ റൂമിൽ വെച്ചിട്ട് ഒരു മരുന്നുണ്ട്, ആ മരുന്ന് വായ്ക്കുള്ളിലേക്ക് അടിച്ചു, സ്പ്രേ ചെയ്തു. അപ്പൊ എന്റെ ഭാഗം, അതായത് ഈ വാ തുടങ്ങി ഇവിടം വരെയുള്ള ഭാഗം മരവിച്ചു. ഭയങ്കരമായിട്ട് മരവിപ്പ്, നമുക്കൊന്നും അറിയാനായിട്ട് പറ്റുന്നില്ല. ആ മരവിച്ചിരിക്കുന്ന സമയത്ത് ഒരു ട്യൂബ് പോലുള്ള ഒരു സംഭവം, ഓക്കെ, ഒരു ലോങ് ട്യൂബ് പോലുള്ള ഒരു സംഭവം, അതിനകത്ത് ക്യാമറയൊക്കെ ഉണ്ട്, അത് വായുടെ ഉള്ളിലോട്ട് ഇറക്കി, അതായത് തൊണ്ടയുടെ ഇവിടം വരെ ഇറക്കി കഴിഞ്ഞപ്പോൾ സ്ക്രീനില് എന്റെ ത്രോട്ട് കാണാനായിട്ട് എനിക്ക് പറ്റി. അപ്പൊ വോക്കൽ കോഡ് കാണിച്ചു. വോക്കൽ കോഡിന്റെ അവിടെ ഒരു വലിയൊരു മുഴ പോലെ ഒരു സാധനം ഇരിക്കുന്നു. ഓക്കെ, ഇപ്പൊ ഡോക്ടർ പറഞ്ഞു പേടിക്കേണ്ട, നൊഡ്യൂളാണ്, വോയിസ് സ്ട്രെസ് ചെയ്തിട്ടാണ്, സ്ട്രെയിൻ കൂടിയിട്ടാണ് ഇങ്ങനെ നൊഡ്യൂള് വന്നെന്ന് പറഞ്ഞു. അപ്പൊ ആ ലാറിംഗോസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ലാറിംഗോസ്കോപ്പിയിലൂടെയാണ് ആ വോയിസ് ബോക്സിന് ചുറ്റും, അല്ലെങ്കിൽ ആ വോക്കൽ കോഡിന് ചുറ്റുമുള്ള സ്ട്രക്ചേഴ്സിനെ എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. ഓക്കെ, ഇപ്പൊ ലാറിംഗോസ്കോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഉണ്ടാകുന്ന എല്ലാ തരം കാര്യങ്ങളെയും നമുക്ക് ഒബ്സർവ് ചെയ്യാനും കണ്ടുപിടിക്കാനും സാധിക്കും. ഇത് ചെറിയ നൊഡ്യൂൾ തുടങ്ങി വലിയ വലിയ നൊഡ്യൂൾസ് വരെ ഉണ്ടാകാം. ചിലപ്പോൾ ചില നൊഡ്യൂൾസ് ക്യാൻസറിന് വരെ കാരണമാകാം. അങ്ങനെയുള്ള കാര്യങ്ങളെ കൂടി ഇവര് ചെയ്യാറുണ്ട്, ഈ ലാറിംഗോസ്കോപ്പിയിലൂടെ കണ്ടുപിടിക്കാറുണ്ട്. അപ്പോ ഈ ലാറിംഗോസ്കോപ്പി ചെയ്യുന്ന ഉപകരണത്തിന്റെ പേരാണിത് ലാറിംഗോസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ, ലാറിംഗോസ്കോപ്പി ചെയ്തിട്ടുണ്ടോ? ഇല്ല അല്ലേ? ദെൻ അടുത്തത് ബ്രോങ്കോസ്കോപ്പ് ആണ്. ഓക്കെ, ചെയ്യാതിരിക്കട്ടെ. അടുത്തത് ബ്രോങ്കോസ്കോപ്പ് ആണ് കേട്ടോ. ബ്രോങ്കോസ്കോപ്പിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാല് നമ്മുടെ ലങ്സിന്റെ ഉൾഭാഗം കാണുന്നതിന് ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ഉപകരണമാണത് ബ്രോങ്കോസ്കോപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ശ്വാസകോശത്തിന്റെ ഉൾഭാഗം കാണുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണം. ഈ ഒരു എക്യുപ്മെന്റ് എന്ത് ചെയ്യുന്നു? നമ്മുടെ മൂക്കിലൂടെയോ വായിലൂടെയോ അകത്തേക്ക് കയറ്റും. അപ്പൊ ബ്രോങ്കോസ്കോപ്പ് എങ്ങനെയാണ്? നമ്മുടെ മൂക്ക് വഴിയോ അല്ലെങ്കിൽ വായ വഴിയോ ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഉപകരണം നമ്മുടെ അകത്തേക്ക് കയറ്റുന്നത്. ഏത് പ്രൊസീജിയർ ചെയ്താലും മരവിപ്പിക്കും കേട്ടോ, മരവിപ്പിച്ചിട്ടാണ് ഇത് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അത് നമ്മുടെ ഉള്ളിലേക്ക് ഇറക്കില്ലല്ലോ. അപ്പൊ ഈ ഒരു ബ്രോങ്കോസ്കോപ്പി ചെയ്താലും ലാറിംഗോസ്കോപ്പി ചെയ്താലും എൻഡോസ്കോപ്പി ചെയ്താലും ഒക്കെ മരവിപ്പിച്ചിട്ടാണ് ചെയ്യുക. അതാണ് അതൊരു കോമൺ ആയിട്ടുള്ള ഒരു സിമിലാരിറ്റി ഉള്ളത്. ഓക്കെ, then അടുത്തതാണ് പൾസ് ഓക്സിമീറ്റർ. മോണിറ്ററിംഗ് എക്യുപ്മെന്റിൽ വരുന്നതാണ് പൾസ് ഓക്സിമീറ്റർ. അപ്പോ ഈ ഒരു സംഭവം നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. എപ്പോഴാണത്? പൾസ് ഓക്സിമീറ്റർ ഉപയോഗിച്ചിരുന്നത് എപ്പോഴാ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എല്ലാവരും പൾസ് ഓക്സിമീറ്റർ ഉപയോഗിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എല്ലാവരും എന്ന് പറയാൻ പറ്റില്ല, ഒട്ടുമിക്ക ആളുകളും അല്ലെ? കൊറോണ ടൈമിൽ
കൊറോണയുടെ ടൈമിലാണ് പൾസ് ഓക്സിമീറ്റർ ഉപയോഗിച്ചിരുന്നത് കേട്ടോ. ഓക്കെ, അതായത് കോവിഡ് ടൈമില് കൊറോണ ഡിറ്റക്ട് ചെയ്തിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് ആസ്മയുടെ പ്രോബ്ലംസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഷുഗർ പേഷ്യൻസ് ആണെങ്കിലോ ഹാർട്ടിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ ആശാ വർക്കർ എന്ത് കൊണ്ടുതരുമായിരുന്നു? പൾസ് ഓക്സിമീറ്റർ പ്രൊവൈഡ് ചെയ്യായിരുന്നു. കാരണം ഇത്തരം പേഷ്യൻസിന്റെ എന്താണ്, അവർക്ക് ഓക്സിജൻ ലെവല് കുറഞ്ഞു പോകാനുള്ള സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ വളരെ കൂടുതലായിട്ടുള്ള ടൈമായിരുന്നു. അപ്പോ ഇതിന്റെ സഹായത്തോടു കൂടി പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കറിയാൻ പറ്റും നമ്മുടെ ശരീരത്തിലെ ഓക്സിജന്റെ അളവ് കുറയുന്നുണ്ടോ, എങ്ങനെയാണ് ലെവലായിട്ട് നിൽക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഭയങ്കര അധികം താഴ്ന്നു പോയി കഴിഞ്ഞാല്, ലോ ആയി പോയി കഴിഞ്ഞാല് ഉടനടി നമുക്ക് എന്ത് ചെയ്യാം? ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് നമുക്ക് ചികിത്സ തേടാം. ഓക്കെ, അപ്പൊ അതിന് ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമായിരുന്നു എന്ത്? പൾസ് ഓക്സിമീറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ രക്തത്തിലെ ഓക്സിജൻ സാച്ചുറേഷൻ ലെവലും പൾസ് നിരക്കും തത്സമയം അളക്കുന്ന ഒരു ഉപകരണമാണിത് പൾസ് ഓക്സിമീറ്റർ. നമ്മുടെ ഫിംഗറിൽ ഘടിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുക? ഇതിന്റെ ലെവൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ രക്തത്തിലെ ഓക്സിജൻ സാച്ചുറേഷൻ ലെവലും അതുപോലെ തന്നെ പൾസ് നിരക്കും തത്സമയം അളക്കുന്ന ഒരു ഉപകരണമാണിത് പൾസ് ഓക്സിമീറ്റർ. അടുത്തതാണ് കാർഡിയാക് മോണിറ്റർ. പേര് പോലെ തന്നെ, പേരിൽ തന്നെ ഉണ്ട് എന്താണ് അതിന്റെ ഫങ്ഷൻ എന്ന്, അല്ലെ? രോഗിയുടെ ഹൃദയമിടിപ്പും അതുപോലെ തന്നെ ഹൃദയത്തിന്റെ പ്രവർത്തനവും തുടർച്ചയായി നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ഉപകരണമാണ് കാർഡിയാക് മോണിറ്റർ. അതുകൊണ്ട് പറഞ്ഞുതരാം കേട്ടോ മിസ്. രോഗിയുടെ ഹൃദയമിടിപ്പ്, ഹാർട്ട് ബീറ്റ്, അതുപോലെ തന്നെ ഹൃദയത്തിന്റെ പ്രവർത്തനം, ഹാർട്ടിന്റെ ഫങ്ഷൻസ് എന്നിവ തുടർച്ചയായി നിരീക്ഷിക്കാൻ, കണ്ടിന്യൂസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ഉപകരണമാണ് ഈ ഒരു കാർഡിയാക് മോണിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? കാർഡിയാക് മോണിറ്റർ. ഓക്കെ, നമുക്ക് അടുത്തയിലോട്ട് പോവാം. ഒന്നുകൂടി പറയാം. രോഗിയുടെ ഹൃദയമിടിപ്പും ഹൃദയത്തിന്റെ പ്രവർത്തനവും തുടർച്ചയായി നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ഉപകരണമാണ് കാർഡിയാക് മോണിറ്റർ. ഓക്കെ, അടുത്തതാണ് ECG മെഷീൻ. ECGയുടെ ഫുൾ ഫോം എന്താണ്? ECG ഇലക്ട്രോ കാർഡിയോഗ്രാം അല്ലെ? ഇലക്ട്രോ കാർഡിയോഗ്രാം എന്നാണ് ECGയുടെ ഫുൾ ഫോം വരിക. ഒരു നിശ്ചിത നേരത്തേക്ക് ഹൃദയത്തിന്റെ പ്രവർത്തനം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ഉപകരണം. അതായത് ഒരു നിശ്ചിത നേരത്തേക്ക്, ഒരു പീരീഡ് ഓഫ് ടൈമില് അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു കുറച്ച് സമയത്തേക്ക് ഹൃദയത്തിന്റെ പ്രവർത്തനം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന മെഡിക്കൽ ഉപകരണം. ആ ഒരു സമയത്തേക്ക് മാത്രമാണ് എന്ത് ചെയ്യാം, ഈ ഒരു എന്താ പറയാ, ഇതിനെ കൊണ്ടൊരു ഉപയോഗമുള്ളത്. ഒരു നിശ്ചിത നേരത്തേക്ക് മാത്രം ഹൃദയത്തിന്റെ പ്രവർത്തനം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന മെഡിക്കൽ ഉപകരണം. ഈ ECG ചെയ്യുന്നതിലൂടെ ഹാർട്ട് അറ്റാക്ക്, അതുപോലെ തന്നെ മറ്റ് ഹാർട്ട് എന്താ പറയാ ഡിസബിലിറ്റീസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സഹായിക്കും.
അതായത് ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണങ്ങളാണോ, അല്ലെങ്കിൽ അറ്റാക്ക് വരാനുള്ള ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഹാർട്ടിന് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, മറ്റെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ECG എടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇൻസ്ട്രുമെന്റ്സ് ആണ് കേട്ടോ. ഇൻസ്ട്രുമെന്റ്സിൽ പറയുന്നത് ഫസ്റ്റ് വൺ മീൻസ് IV സെറ്റ് ആണ്. IV സെറ്റ് നമുക്കറിയാം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, നമ്മൾക്ക് ഇഞ്ചക്ഷൻ ഒക്കെ തരുന്നത് എന്ത് ഉപയോഗിച്ചിട്ടാണ്? IV സെറ്റിൽ കാനുവൽ ഇട്ടിട്ടാണ് നമുക്ക് തരുന്നത് അല്ലെ. പറ്റും അറിയാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ രോഗിയുടെ ഞരമ്പിലേക്ക് ലിക്വിഡ്സ്, അതുപോലെ തന്നെ മെഡിസിൻ, ന്യൂട്രിയൻസ് എന്നിവ എത്തിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ഉപകരണമാണ് IV സെറ്റ് എന്ന് പറയുന്നത്. രോഗിയുടെ ഞരമ്പിലേക്ക് അല്ലെ, രോഗിയുടെ വെയിനിലേക്കല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇപ്പൊ നമ്മളൊരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാല് അത് രോഗിയുടെ ഞരമ്പിലേക്കാണ് പാസ് ചെയ്യുക അല്ലെ, അതുവഴി നമ്മുടെ ബോഡിയുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുന്നു? പാസ് ചെയ്യുന്നു. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് IV സെറ്റിലൂടെ പാസ് ചെയ്യുന്നത്? അതായത് ലിക്വിഡുകൾ, ഓക്കെ, പലതരത്തിലുള്ള ലിക്വിഡ്സ്, ദെൻ മെഡിസിൻസ്, അതുപോലെ ന്യൂട്രിയൻസ്, ഓക്കെ, എന്നിവ എത്തിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ഉപകരണമാണ് IV സെറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ കാനുവല കുത്തിയിട്ടാണ് എന്ത് ചെയ്യുക? നമ്മള് ഇഞ്ചക്ഷൻസും അതുപോലെ മെഡിസിൻസും അതുപോലെ ന്യൂട്രിയൻസ് ഒക്കെ പേഷ്യന്റ് ഉള്ളിലേക്ക് എത്തിക്കുക. ഓക്കെ, ദാറ്റ് ഈസ് IV സെറ്റ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ ട്രക്കിയോസ്റ്റമി ആണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ട്രക്കിയോസ്റ്റമി നോക്കാം. അതായത് നമ്മുടെ നെക്കിന്റെ ഇവിടെ ആയിട്ട് ഒരു ഭാഗമുണ്ട്, ട്രക്കിയ എന്ന് പറയും. ഓക്കെ, ഈ ട്രക്കിയുടെ അവിടെ ഒരു ഹോൾ ഇട്ടിട്ട് അതിലൂടെ ഇൻട്രാവീനസ് എന്നാണ് IV സെറ്റിന്റെ ഫുൾ ഫോം കേട്ടോ. ഇൻട്രാവീനസ്. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്കിന്റെ അവിടെ ട്രക്കിയ എന്നുള്ളൊരു ഭാഗമുണ്ട്, ആ ഭാഗത്ത് ഒരു ഹോൾ ഇടും. അവിടെ ഒരു ഹോൾ ഇട്ടിട്ട് അതിലൂടെ ഒരു വിൻഡ് പൈപ്പ് ഉള്ളിലേക്ക് ഇടുകയും അതിലൂടെ രോഗിയെ ശ്വസിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ് ട്രക്കിയോസ്റ്റമി. ഒന്നും കൂടി മിസ് പറഞ്ഞുതരാം, എന്താണ് ട്രക്കിയോസ്റ്റമി. നമ്മുടെ കഴുത്തിന്റെ ഭാഗത്തായിട്ട് ട്രക്കിയ എന്നൊരു ഭാഗമുണ്ട്, ആ ഭാഗത്ത് ഒരു ഹോൾ ഇടുകയും ആ ഹോളിലൂടെ ഒരു വിൻഡ് പൈപ്പ് രോഗിയുടെ അകത്തേക്ക് ഇടുകയും അതിലൂടെ രോഗിയെ ശ്വസിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ് ട്രക്കിയോസ്റ്റമി. ഓക്കെ, ഈ ട്രക്കിയോസ്റ്റമി ചെയ്യുന്ന രോഗികൾ എന്ന് പറഞ്ഞാല് അവര് ലോങ് ടേം വെന്റിലേഷനിൽ കഴിയുന്ന രോഗികളായിരിക്കാം അല്ലെ, ദീർഘനാളുകളായിട്ട്. ഒന്നുകൂടി പറയാം, നെക്കിന്റെ അവിടെ ട്രക്കിയ എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്, അവിടെ ഒരു ഹോൾ ഇടുകയും ഒരു ദ്വാരം ഇടുകയും ആ ദ്വാരത്തിലൂടെ ഒരു വിൻഡ് പൈപ്പ് അകത്തേക്ക് ഇടുകയും അതിലൂടെ രോഗിയെ ശ്വസിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ് ട്രക്കിയോസ്റ്റമി. ദീർഘനാളുകളിലായിട്ട് വെന്റിലേഷനിൽ കഴിയുന്ന രോഗികളുണ്ട് ഉണ്ടാവുമല്ലോ, അവരെയൊക്കെ ശ്വസിക്കാൻ സഹായിക്കുന്നത് ഈ ട്രക്കിയോസ്റ്റമി എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ്. അതുപോലെ തന്നെ ട്രോമ കേസസിലുള്ള പേഷ്യൻസ് ഉണ്ടാകാം, അവർക്കൊക്കെ ഹെൽപ്ഫുൾ ആകുന്ന ഒന്നാണ് എന്ത്? ഈ ട്രക്കിയോസ്റ്റമി എന്ന് പറയുന്ന പ്രോസസ്. ഓക്കെ, അപ്പൊ ബ്രീത്ത് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രോസസ് ആണെന്ത്? ട്രക്കിയോസ്റ്റമി എന്ന് പറയുന്നത്. ലോങ് ടേം വെന്റിലേഷനിൽ ഇരിക്കുന്ന പേഷ്യൻസിനാണ് ഇത് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഇൻസ്ട്രുമെന്റ് ട്രോളി. ഇൻസ്ട്രുമെന്റ് ട്രോളി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് നമ്മുടെ സർജിക്കൽ ഐറ്റംസ്, നമ്മുടെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എല്ലാ തരത്തിലുള്ള സർജിക്കൽ ഐറ്റംസും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഇൻസ്ട്രുമെന്റ് ട്രോളി വഴിയാണ്. ഓക്കെ, ഇൻസ്ട്രുമെന്റ് ട്രോളി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒരു ഉന്തിക്കൊണ്ട് പോകുന്നൊരു സാധനം കണ്ടിട്ടില്ലേ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ? കണ്ടിട്ടില്ലേ? ഉണ്ട്, മരുന്നുകളൊക്കെ തള്ളിക്കൊണ്ടു പോകുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഇൻസ്ട്രുമെന്റ് ട്രോളി. സർജിക്കൽ സപ്ലൈസ് അല്ലെങ്കിൽ മറ്റെല്ലാവിധ ഉപകരണങ്ങളും ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണെന്ത്? ഈ ഇൻസ്ട്രുമെന്റ് ട്രോളി എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ നമ്മള് ഇതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാവുന്നതാണ് കേട്ടോ. നമ്മള് BP അപ്പാരറ്റസ് ഡിസ്കസ് ചെയ്തു, എൻഡോസ്കോപ്പ് പറഞ്ഞു, പോർട്ടബിൾ എക്സ്റേ, പോർട്ടബിൾ USG, എക്കോ, നെബുലൈസർ, ലാറിംഗോസ്കോപ്പ്, ബ്രോങ്കോസ്കോപ്പ്, പൾസ് ഓക്സിമീറ്റർ, കാർഡിയാക് മോണിറ്റർ, ECG മെഷീൻ, IV സെറ്റ്, ട്രക്കിയോസ്റ്റമി, ഇൻസ്ട്രുമെന്റ് ട്രോളി. നിങ്ങൾ ഇപ്പൊ തന്നെ ഇത് പഠിച്ചല്ലോ. എനിക്ക് തോന്നുന്നു നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞു. USG, അൾട്രാസോണോഗ്രഫി. അൾട്രാസോണോഗ്രഫി BP അപ്പാരറ്റസ് രണ്ട് രീതിയിലുണ്ട്. വൺ ഈസ് സ്ഫിഗ്മോമാനോമീറ്റർ, സെക്കൻഡ് വൺ ഈസ് ഡിജിറ്റൽ BP മോണിറ്റർ. ഡിജിറ്റൽ BP മോണിറ്റർ. ട്രക്കിയോസ്റ്റമി എന്ന് പറഞ്ഞാല് അതായത് ദീർഘനാളുകളായിട്ട് വെന്റിലേഷനിൽ കഴിയുന്ന രോഗികൾക്ക് ശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ അവരെ ശ്വസിക്കുന്നതിന് വേണ്ടി സഹായിക്കാനായിട്ട് നമ്മുടെ നെക്കിന്റെ അവിടെ ഒരു ഹോൾ ഇടും. നമ്മുടെ കഴുത്തിന്റെ ഭാഗത്തായിട്ട് ഒരു ദ്വാരം ഇടും. ആ ദ്വാരത്തിലൂടെ ഒരു പൈപ്പ് ഉള്ളിലേക്ക് ഇടും. അതിലൂടെ രോഗിയെ ശ്വസിപ്പിക്കുന്ന അല്ലെങ്കിൽ ബ്രീത്ത് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ട്രക്കിയോസ്റ്റമി എന്ന് പറയുന്നത്. ഓക്കെ, പോർട്ടബിൾ USG എന്ന് പറഞ്ഞാല് പേഷ്യന്റിന്റെ അടുത്ത് ചെന്നിട്ട് സ്കാൻ എടുക്കുന്നു. ഓക്കെ, പേഷ്യന്റ് എന്ത് ചെയ്യണ്ട, സ്കാൻ ചെയ്യുന്ന ആ ഒരു ഏരിയയിലേക്ക് പോകണ്ട, മറിച്ച് പേഷ്യന്റ് ലൊക്കേഷനിൽ ചെന്നിട്ട് ഈ ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് സ്കാൻ ചെയ്യും. അതാണ് പോർട്ടബിൾ USG. ദെൻ എക്സ്റേയും അതുപോലെ തന്നെ. ഓക്കെ, നെബുലൈസർ എന്ന് പറഞ്ഞാൽ കണ്ടിട്ടില്ലേ, നമ്മൾക്ക് ശ്വാസം മുട്ടൊക്കെ വരുമ്പോൾ എന്താണ് നമ്മള് ഡോക്ടർ നമ്മൾക്ക് സജസ്റ്റ് ചെയ്യുന്ന എന്താണ്, നെബുലൈസിങ് അല്ലെ. അതായത് നമ്മൾക്ക് മരുന്ന് ലിക്വിഡ് ഫോമിലുള്ള മരുന്നുകളെ എയർസോൾ ആയിട്ട് ബ്രീത്ത് ചെയ്തിട്ട് മരുന്നുകൾ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നതാണ് നെബുലൈസറിലൂടെ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി നമുക്ക് ചില ഫങ്ഷൻസ് നോക്കാം. OPDയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫങ്ഷൻസ് ഓഫ് OPD. ഫസ്റ്റ് വൺ, early diagnosis, curative, preventive and rehabilitative care on ambulatory basis. ഇവിടെ ambulatory basis എന്ന് പറയുന്നത് ഔട്ട് പേഷ്യന്റ് ബേസിസ് ആണ് കേട്ടോ. ഔട്ട് പേഷ്യന്റ് ബേസിസില് നേരത്തെയുള്ള രോഗനിർണയം, early diagnosis എന്ന് പറഞ്ഞാൽ എന്താണ്, നേരത്തെയുള്ള രോഗനിർണയം. ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, രോഗശാന്തി. പ്രിവെന്റീവ് എന്ന് പറയുന്നത് പ്രതിരോധം. റിഹാബിലിറ്റേറ്റീവ് എന്ന് പറയുന്നത് പുനരധിവാസം. അപ്പൊ ആംബുലേറ്ററി ബേസിസില് നേരത്തെയുള്ള രോഗനിർണയം നടത്തുന്നു, OPDയിൽ വെച്ചിട്ട് രോഗശാന്തി കൊടുക്കുന്നു, പ്രതിരോധവൽക്കരണം നടത്തുന്നു, ദെൻ പുനരധിവസിപ്പിക്കുന്നു. അപ്പൊ രോഗിക്ക് എന്ത് ചെയ്യുന്നു, ആംബുലേറ്ററി ബേസിസ് മീൻസ് ഔട്ട് പേഷ്യന്റ് ബേസിസിൽ. ഔട്ട് പേഷ്യന്റ് ബേസിസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, രോഗി വരുന്നു, ഡോക്ടറെ കാണിക്കുന്നു, മരുന്ന് മേടിക്കുന്നു, തിരിച്ചു പോകുന്നു, ദാറ്റ് ഈസ് ഔട്ട് പേഷ്യന്റ്. ഓക്കെ, അപ്പൊ ഔട്ട് പേഷ്യന്റ് ബേസിസിലാണ് എന്ത് കൊടുക്കുന്നത്, രോഗനിർണയം നടത്തുന്നത്. ദെൻ ക്യൂറേറ്റീവ് രോഗശാന്തി, പ്രിവെന്റീവ് പ്രതിരോധം, ആൻഡ് റിഹാബിലിറ്റേറ്റീവ് പുനരധിവാസം. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്. അപ്പൊ ഇതൊക്കെ എന്താണ്, OPDയുടെ ഫങ്ഷനിൽ വരുന്നതാണ്. രണ്ടാമത്തെ പോയിന്റ്, എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഓൺ ആംബുലേറ്ററി ബേസിസ്. അതായത് ഔട്ട് പേഷ്യന്റ് ബേസിസിൽ തന്നെ ഫലപ്രദമായ ചികിത്സ നടത്തുന്നു. രോഗി വരുമ്പോൾ എന്താണ്, ഏറ്റവും നല്ല ആധുനികമായിട്ടുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ച് പ്രൊഫഷണലി സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ കൊണ്ട് ഫലപ്രദമായിട്ടുള്ള ചികിത്സ നടത്തുന്നതും ഔട്ട് പേഷ്യന്റ് അല്ലെങ്കിൽ എന്താ പറയാ OPDയുടെ ഒരു ധർമ്മമാണ്.
മൂന്നാമത്തെ പോയിന്റ് സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ ടു ഹോസ്പിറ്റൽ. അതായത് എല്ലാ തരം ടെസ്റ്റുകളും നടത്തുന്നു. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന ഒരു വ്യക്തിയെ എല്ലാത്തരം ടെസ്റ്റുകൾക്കും വിധേയമാക്കുന്നു. ദാറ്റ് ഈസ് സ്ക്രീനിങ്. ഓക്കെ, രോഗി പേഷ്യന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ആയിക്കോട്ടെ എല്ലാത്തരം ടെസ്റ്റുകളും എവിടെ വെച്ച് നടത്തുന്നുണ്ട്? ഈ ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ വെച്ച് നടത്തുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഫോളോ അപ്പ് കെയർ ആൻഡ് കെയർ ആഫ്റ്റർ ഡിസ്ചാർജ്. അതായത് രോഗി ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന സമയവും അതുപോലെ തന്നെ രോഗി അഡ്മിറ്റ് ആകുന്ന സമയവും രോഗിയെ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷവും എന്ത് കൊടുക്കുന്നു? കെയർ കൊടുക്കുക. അതായത് ഏത് തരം കെയർ ആണ് ഫോളോ ചെയ്യേണ്ടതെന്നുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് ആരാണ്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതായത് ഒരു രോഗിയെ ഇപ്പൊ നമ്മള് ഇൻപേഷ്യന്റ് ആയിട്ട് അഡ്മിറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. രോഗിയെ ഡിസ്ചാർജ് കഴിഞ്ഞതിന് ശേഷം രോഗിക്ക് ആവശ്യമുള്ള പ്രിസ്ക്രിപ്ഷൻസ് തരും അല്ലെ? അതായത് മരുന്നുകളൊക്കെ മേടിക്കാനുള്ള ചീട്ട് തരും. അപ്പൊ അതിന്റെ കൂടെ തന്നെ രോഗി വീട്ടിൽ ഫോളോ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, എന്തൊക്കെ മരുന്നുകൾ കഴിക്കണം, എന്തൊക്കെ കെയർ ആണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള ചിട്ടയായ ഇൻസ്ട്രക്ഷൻസ് എന്ത് തരാറുണ്ട്? OPD നൽകാറുണ്ട്. അതിനെയാണ് ആ പോയിന്റ് പറയുന്നത് കേട്ടോ. ഫോളോ കെയർ ആൻഡ് കെയർ ആഫ്റ്റർ ഡിസ്ചാർജ്. ഓക്കെ, then next point പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ബൈ ഹെൽത്ത് എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ ആരോഗ്യ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു പലതരത്തിലുള്ള നോട്ടീസുകളൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലെ ഹോസ്പിറ്റലുകളിൽ. മാസ്ക് ധരിക്കണം, അകലം പാലിക്കണം, കൊറോണ ടൈമിൽ കണ്ടിരുന്നതാണ് നമ്മൾ അല്ലെ. സാനിറ്റൈസർ ഉപയോഗിക്കുക. അപ്പൊ ഇതൊക്കെ എന്താണ്? ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഭാഗമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഹെൽത്ത് എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുന്നത് ആരാണ്? OPD ആണ്. അത് OPDയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ റെൻഡറിങ് ഓഫ് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ. അതായത് എന്താ പറയാ, ഹെൽത്ത് കെയർ, അതായത് നല്ല പ്രതിരോധത്തിൽ ഊന്നിയ ഒരു ഹെൽത്ത് കെയറിനെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഈ ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. നല്ല രീതിയിലുള്ള ആരോഗ്യ സംവിധാനത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഈ ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടി ആയിട്ടാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ് ആരോഗ്യ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് OPDയുടെ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഫംഗ്ഷൻ ഓഫ് OPD? നേരത്തെയുള്ള രോഗനിർണയം, അതുപോലെ തന്നെ രോഗശാന്തി, റിഹാബിലിറ്റേഷൻ, പ്രിവെന്റീവ് കെയർ ഒക്കെ ആംബുലേറ്ററി ബേസിസിൽ കൊടുക്കുന്നു. അതുപോലെ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു, സ്ക്രീനിങ് ടെസ്റ്റുകൾ നടത്തുന്നു, അതുപോലെ തന്നെ കെയർ ആഫ്റ്റർ ഡിസ്ചാർജ് അതായത് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു, ദെൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നു, പ്രിവെന്റീവ് ഹെൽത്ത് കെയർ പ്രൊമോട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ ഹെൽത്ത് എഡ്യൂക്കേഷനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഓക്കെ, ക്ലിയർ? പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ് നിങ്ങളൊന്ന് റീഡ് ചെയ്യട്ടോ. ജസ്റ്റ് ഒന്ന് മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യൂ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. നിർവഹിക്കുക, നിർവഹിക്കുക, പ്രതിരോധ
ആരോഗ്യം അല്ലെങ്കിൽ പ്രതിരോധവൽക്കരണ ആരോഗ്യം നിർവഹിക്കുക എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. ഓക്കെ, അടുത്തത് പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹോസ്പിറ്റലിൽ നൽകുന്ന അല്ലെങ്കിൽ OPD നൽകുന്ന പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ്. ഫസ്റ്റ് വൺ, വെൽ ബേബി ക്ലിനിക്സ്. അതായത് നവജാത ശിശുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലിനിക്കുകൾ OPD-യിൽ അവൈലബിൾ ആണ്. ഓക്കെ, അതായത് ന്യൂ ബോൺ ബേബീസിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്ക്രീനിങ്ങുകള്, അവർക്ക് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ക്ലിനിക്കുകൾ OPD നൽകുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ് ANC. ANC എന്താണ്? ആന്റിനേറ്റൽ കെയർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ആന്റിനേറ്റൽ ക്ലിനിക് എന്ന് പഠിച്ചല്ലേ. അപ്പൊ അതായത് പ്രഗ്നന്റ് ലേഡീസിനുള്ള കെയർ കൊടുക്കുക, ആന്റിനേറ്റൽ കെയർ, മാരേജ് കൗൺസിലിംഗ്. ഓക്കെ, അതായത് വിവാഹത്തിനോട് അടുക്കുന്നവർക്ക് അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞവർക്ക്, അതായത് നവദമ്പതികൾക്കൊക്കെ എന്താണ് കൗൺസിലിംഗ് കൊടുക്കാന്നുള്ളത്. അതുപോലെ തന്നെ പ്ലാൻഡ് പാരന്റ്ഹുഡ്, അതായത് കുട്ടികൾ ഉണ്ടാവാനായിട്ട് തയ്യാറെടുക്കുന്നവർക്കുള്ള കൗൺസിലിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് OPD-യുടെ ഫംഗ്ഷൻ. ഓക്കെ, സ്കൂൾ ഹെൽത്ത് ക്ലിനിക്ക്. സ്കൂൾ ഹെൽത്ത് ക്ലിനിക് എന്ന് പറഞ്ഞാല് നമ്മുടെ സ്കൂളുകളിലൊക്കെ കാണാൻ പറ്റുന്ന ഒന്നാണ്. അതായത് ചില സ്കൂളുകളിൽ, അതായത് ഓൾമോസ്റ്റ് എല്ലാ സ്കൂളുകളിലും എന്താണ് കുട്ടികളെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ചില ആശുപത്രികളിൽ നിന്ന് ഡോക്ടേഴ്സ് പോവാറുണ്ട്. അത് OPD-യുടെ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് പറയുന്നത്. നമുക്കറിയാം, കണ്ണ് പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചെവി പരിശോധനയ്ക്ക് വേണ്ടിയിട്ട്, കുട്ടികളുടെ ബോഡി വെയിറ്റ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഡോക്ടേഴ്സ് സ്കൂളുകളിൽ ചെയ്യാറുണ്ട്. അപ്പൊ ഇത് എന്തിന്റെ ഭാഗമായിട്ടാണ് നടത്തുന്നത്? സ്കൂൾ ഹെൽത്ത് ക്ലിനിക്കിന്റെ ഭാഗമായിട്ടാണ്. അതായത് കുട്ടികൾക്ക്, അതായത് കുട്ടികളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതൽ അവയർനെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകളിലെ OPD പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംവിധാനമാണിത് സ്കൂൾ ഹെൽത്ത് ക്ലിനിക് എന്ന് പറയുന്നത്. ഇതിലൂടെയാണ് ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നത്? സ്കൂളുകളിൽ ചെല്ലുന്നതും അവിടെ പരിശോധനകൾ. ഓക്കെ, നാലാമത്തെ പോയിന്റ്, കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. അതായത് സാംക്രമിക രോഗങ്ങളുടെ നിയന്ത്രണം. ഇപ്പൊ വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന ചില രോഗങ്ങളുണ്ട് അല്ലെ. ഫോർ എക്സാമ്പിൾ നിപ്പ, കൊറോണ പോലുള്ള ചില രോഗങ്ങളുണ്ട്. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പെട്ടെന്ന് സ്പ്രെഡ് ആവുമല്ലോ ആളുകളിലേക്ക്. അപ്പൊ അങ്ങനെ സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ചില കൺട്രോൾ എന്ത് ചെയ്യുന്നുണ്ട്? OPD കൊണ്ടുവരുന്നുണ്ട്. ചില സ്ട്രിക്റ്റ് ആയിട്ടുള്ള എന്താ പറയാ റൂൾസ് ഫോളോ ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ ചില പ്രതിരോധ മാർഗങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഈ ഒരു വളരെ പെട്ടെന്നിലും വളരെ വേഗത്തിലും പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ തടയാറുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള നിയന്ത്രണം ആര് കൊണ്ടുവരാറുണ്ട്? OPD കൊണ്ടുവരാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, early diagnosis and detection of chronic disease like cancer, TB, etc. അതുപോലെ തന്നെ വളരെ നേരത്തെ ഉള്ള രോഗനിർണയം. അതുപോലെ തന്നെ ചില ക്രോണിക് ഡിസീസസ് ഉണ്ട്. ഇപ്പൊ ക്യാൻസർ പോലുള്ളവ, അല്ലെങ്കിൽ ട്യൂബർക്യുലോസിസ് പോലുള്ളവ, അങ്ങനെയുള്ള എന്താ പറയാ ക്രോണിക് ഡിസീസുകളെ വളരെ നേരത്തെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് OPD എന്ത് ചെയ്യുന്നുണ്ട്? ആളുകളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ്, health education and nutritional advice, rehabilitation and prevention of disabilities and handicap. അതുപോലെ തന്നെ ഹെൽത്ത് എഡ്യൂക്കേഷൻ നൽകുക, ആരോഗ്യ വിദ്യാഭ്യാസം നൽകുക, അതുപോലെ തന്നെ ന്യൂട്രീഷണൽ അഡ്വൈസ് നൽകുക, പുനരധിവസിപ്പിക്കുക. എങ്ങനെയുള്ള ആളുകളെ? അതായത് വൈകല്യങ്ങളുള്ള ആളുകളെ അല്ലെ, അതായത് വൈകല്യങ്ങളുള്ള അല്ലെങ്കിൽ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകളെയൊക്കെ അവർക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുകയും അവർക്ക് ന്യൂട്രീഷൻ ആയിട്ടുള്ള അഡ്വൈസ് കൊടുക്കുകയും അവരെ പുനരധിവസിപ്പിക്കുകയും ചെയ്യുക എന്നത് OPD-യുടെ ധർമ്മമായിട്ട് കണക്കാക്കാറുണ്ട്. ഓക്കെ, ഇത്രയും പോയിന്റ് ക്ലിയർ ആണോ?
ഓക്കെ ആണോ? ഹാൻഡിക്യാപ്പ് എന്ന് പറഞ്ഞ വൈകല്യം എന്നാണ് കേട്ടോ. ANC എന്ന് പറഞ്ഞാൽ ആന്റിനേറ്റൽ ക്ലിനിക് അല്ലെങ്കിൽ ആന്റിനേറ്റൽ കെയർ എന്ന് പറയും. ANC ആന്റിനേറ്റൽ കെയർ അല്ലെങ്കിൽ ആന്റിനേറ്റൽ ക്ലിനിക് അങ്ങനെയൊക്കെ പറയാം. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് OPD നോക്കാം. 2 types of OPD സർവീസസ്, അതായത് 2 തരത്തിലുള്ള ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് സർവീസ് ആണ് ഉള്ളത്. അതിനകത്ത് ഒന്നാണ് സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ്, മറ്റൊന്നാണ് ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ്. അപ്പൊ ഇതിന്റെ വ്യത്യാസം എന്താണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ്. All services are provided in a concise area which includes all diagnostic and therapeutic facilities being provided in the same place. അതായത് ഞാൻ ചുരുക്കി വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. എന്താണ് സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ്? നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ജനറൽ ആയിട്ട് ഒരു OPD നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മള് രജിസ്ട്രേഷൻ കഴിഞ്ഞ് നേരെ ചെല്ലുന്നത് എവിടേക്കാണ്? ജനറലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഒരു OPDയിലേക്കാണ് നമ്മൾ ചെല്ലുക. അവിടെ നമുക്ക് എല്ലാ തരത്തിലുള്ള ചികിത്സാ സംവിധാനങ്ങളും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള രോഗനിർണയ സംവിധാനങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ നേരെ കയറി ചെല്ലുന്ന അല്ലെങ്കിൽ ആദ്യം കയറി ചെല്ലുന്ന OPDയുടെ ഒരു ഭാഗമാണത് സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നമുക്ക് പലതരത്തിലുള്ള എൻക്വയറി നടത്താം, എങ്ങോട്ടാണ് പോകേണ്ടത്, എന്താണ് അവിടെ നടക്കുന്നത്, അങ്ങനെയുള്ള പല ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് ചോദിക്കാം. ഓക്കെ, ഇനി എന്താണ് ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ്? സർവീസസ് ആർ പ്രൊവൈഡഡ് ഇൻ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്സ്. ഓക്കെ, നമ്മൾ ആദ്യം സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസിലേക്ക് ചെന്നു. അവിടെ നിന്നാണ് നമുക്ക് പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് OPകളിലേക്ക് പോകേണ്ടത്. അപ്പൊ എന്താണ് ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറഞ്ഞാല്? അതായത് പലതരം OPകളെയാണ്, അതായത് ഡിപ്പാർട്ട്മെന്റ് വൈസ് വെച്ച് നോക്കുമ്പോൾ പലതരത്തിലുള്ള ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകളെയാണ് എന്ത് പറയാ, ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറയാം. ഓക്കെ, എനിക്ക് ശ്വാസം മുട്ടായിട്ടാണ് ഞാൻ ചെല്ലുന്നതെന്ന് വിചാരിക്കും ഹോസ്പിറ്റലില്. അപ്പൊ ഞാൻ ഫസ്റ്റ് ചെല്ലുന്നത് ഈ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഔട്ട് പേഷ്യന്റ് സർവീസിലേക്കായിരിക്കും. അവിടെ നിന്നാണ് ആ ഒരു വിഭാഗത്തിൽ നിന്നാണ് എന്നെ പൾമണോളജി, അതായത് എനിക്ക് ശ്വാസം മുട്ടായിട്ടാണല്ലോ ചെന്നത്, പൾമണോളജി കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് വിടുക. ഈ പൾമണോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസിന് എക്സാമ്പിൾ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഞാൻ മൈക്ക് ഓൺ ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എക്കോയുടെ ഫുൾ ഫോം പറയാം. എക്കോയുടെ ഫുൾ ഫോം പറയാം. എക്കോകാർഡിയോഗ്രാം. എക്കോകാർഡിയോഗ്രാം. എക്കോകാർഡിയോഗ്രാം ഓർ എക്കോകാർഡിയോഗ്രാഫി 2 തരത്തിൽ പറയും കേട്ടോ. എക്കോകാർഡിയോഗ്രാം എന്ന് പറയും, എക്കോകാർഡിയോഗ്രാഫി എന്ന് പറയും. ഓക്കെ, കിട്ടിയോ? ചോദിച്ച ആള് ഓക്കെ ആണോ? ഇന്നെടുത്തതില് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും മനസ്സിലാവാത്ത ഭാഗങ്ങൾ ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ പറയാം കേട്ടോ. സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും ഒന്നും കൂടെ പറഞ്ഞു തരുമോ?
സെൻട്രലൈസർ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ OP ആണ്. അതായത് നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ, ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞിരുന്നതാണ്, നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആദ്യം കാണുന്ന ഭാഗമാണ്. നമ്മൾ അവിടെയാണ് എൻക്വയറി മറ്റുമൊക്കെ നടത്തുക. സെൻട്രലൈസ്ഡ് OP അവിടെ എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ സംവിധാനങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്തു തരും. അവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വൈസ് OP-കളിലേക്ക് പോകുന്നത്. ഇപ്പോ പൾമണോളജി OP വേറെ ആയിരിക്കാം, കണ്ണുമായി ബന്ധപ്പെട്ട ഒഫ്താൽമോളജി OP വേറെ ആയിരിക്കാം. നിങ്ങൾ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കണ്ടിട്ടില്ലേ പലതരത്തിലുള്ള OP-കൾ ഉള്ളത്? അതിനെയാണ് ഡീസെൻട്രലൈസ്ഡ് ഔട്ട്പേഷ്യൻ സർവീസ് എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ. ഡൗട്ട് ഒന്നുമില്ലെന്ന് വിചാരിക്കുന്നു. ഇനി അപ്പൊ നമുക്ക് തന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു മിസ്. Thank you. Thank you, Miss. Thank you. Thank you, Miss. Thank you. Thank you, Miss.